ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലേക്ക് ബേബീസിൻ്റെ ഡയപ്പേഴ്സൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് പരിസ്ഥിതിയിലൊക്കെ ഡയപ്പേഴ്സ് ചുമ്മാ വലിച്ച് എറിയുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് ഭയങ്കര ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മളിതിനെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനിതിവിടെ കാണിക്കുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മകന് 9 months ആയി. ഞാൻ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ന്യൂ മോംസിന് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പഴയ ബക്കറ്റിലേക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് എല്ലാം കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാൻ അന്നു തന്നെ യൂസ്ഡ് ആയിട്ടുള്ള ഡയപ്പേഴ്സ് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഡയപ്പേഴ്സ് എനിക്കിവിടെ 2 ഡയപ്പറേ ഉള്ളൂ. അന്നു തന്നെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇത് നമുക്ക് കയ്യിലൊക്കെ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഡേ കൂടുന്നതിനനുസരിച്ചിട്ട്. കുഞ്ഞിൻ്റെ മോഷൻ ആയിക്കോട്ടെ യൂറിൻ ആയിക്കോട്ടെ ഏതാണെങ്കിലും നമുക്ക് ഈ മെത്തേഡിൽ ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. മോഷനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ജെല്ല് വികസിച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ മോഷൻ ഓട്ടോമാറ്റിക്കലി വാട്ടർ തന്നെ ഡിസോൾവ് ആവും. നമുക്കത്ര ഈസി ആയിരിക്കും. ഇത് കണ്ടോ, ജെല്ല് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയപ്പറിൻ്റെ സൈഡ് നമുക്ക് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെല്ല് വെള്ളത്തിലേക്ക് റിമൈനിങ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജെല്ലെല്ലാം ഇടാം. ഗ്ലൗസ് യൂസ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഞങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ല. ഗ്ലൗസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാനൊരു കമ്പി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്പാണെങ്കിലും മതി, ഒരു പൈപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ലൊരു കട്ടിയുള്ളൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പ് എടുക്കുക. എനിക്ക് 2 ഡയപ്പറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര കല്ലുപ്പ് എടുക്കുന്നുള്ളൂ. കൂടുതൽ ഡയപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കല്ലുപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഇത് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. നമ്മൾ അവിടെ തന്നെ കാവൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടോ, ചേഞ്ച് കേട്ടോ, ജെല്ലെല്ലാം ആ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ സിമ്പിൾ വെള്ളം പോലെയാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡയപ്പർ പോലെ ഇരിക്കും കേട്ടോ. എൻ്റെ ഡയപ്പറിനകത്ത് കുറച്ച് കോട്ടൺ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് കോട്ടൺ കാണുന്നത്. അത് നമുക്ക് പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് പറമ്പിലൊക്കെ നമ്മൾ ഒഴിച്ച് കളയുകയാണെങ്കിൽ അത് തന്നെ ഡിസോൾവ് ആയിപ്പോയിക്കോളും. പരിസ്ഥിതിക്ക് ഒരു പ്രശ്നമില്ല. ഇത് നമ്മളുടെ വാഴയ്ക്കൊക്കെ നല്ല വളമാണ്, നമുക്ക് ഒഴിച്ച് കളയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുറം പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് കത്തിച്ച് കളയാവുന്നതാണ്. യാതൊരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ജെല്ലാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് പുതിയ ഇതിലേക്ക് കാണാം. അതുവരെ സീ യു ഗൈസ്.